നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കടുത്ത പനിയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതോടെയാണ് അതിൽ മ്യാൽജിയ എന്ന അസുഖത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് മോഹൻലാലിനെ ബാധിച്ച മ്യാൽജിയ? എന്താണ് രോഗലക്ഷണങ്ങൾ? പേശികളിൽ അനുഭവപ്പെടുന്ന വേദനയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് മ്യാൽജിയ. ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ മൂക്ക്, തൊണ്ട, ശ്വാസകോശം എന്നിവയിലെ അണുബാധ അല്ലെങ്കിൽ കായികാധ്വാനവുമായി ബന്ധപ്പെട്ട പേശിവേദന എന്നിവയുടെ അനന്തര ഫലമായിരിക്കാം മ്യാൽജിയ. പരിക്കുകൾ അല്ലെങ്കിൽ സമ്മർദ്ദം, അലർജികൾ, രോഗങ്ങൾ, മരുന്നുകളോടോ വാക്സിനേഷനോടോ ഉള്ള പ്രതികരണം മ്യാൽജിയയ്ക്ക് കാരണമാകാം. അണുബാധ മൂലമാണെങ്കിൽ മ്യാൽജിയ പനിയോ വിറയലോ ഉണ്ടാക്കും. സന്ധിവേദന അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള ലക്ഷണങ്ങൾക്കും ഇത് കാരണമാകും. വേദന കാരണം വിഷാദം, അമിത ക്ഷീണം എന്നിവ സാധാരണയായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ്. വ്യായാമം പോലുള്ള കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ മ്യാൽജിയയും കണ്ടുവരുന്നുണ്ട്. അതേസമയം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ്. ആശുപത്രി അധികൃതർ തന്നെയാണ് നടന്റെ അസുഖ വിവരം പുറത്തുവിട്ടത്. താരത്തിന് 5 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ ചേർത്തിരുന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു ആരാധകരും. തങ്ങളുടെ പ്രിയ താരത്തിനൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന. അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവെച്ചു. മോഹൻലാൽ തന്നെയായിരുന്നു ഇക്കാര്യം നേരത്തെ അറിയിച്ചത്. ബറോസ് ഒക്ടോബർ 3-നാകും തിയേറ്ററിലെത്തുക. നേരത്തെ സെപ്റ്റംബർ 12-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. ബറോസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിൽ എടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബഡ്ജറ്റ് 100 കോടി ആയിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് കില്ലിനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് 300 വയസ്സാണെന്നും റിപ്പോർട്ടുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.